ഹലോ ഗായ്സ് ഞാനിപ്പോ എവിടെയാണുള്ളത്? എവിടെയുള്ളത്? എന്റെ ദൈവമേ, ഈ ടൈനി ആയി കിടക്കുന്നത് എന്താ? നിങ്ങൾക്ക് വല്ല പിടുത്തമുണ്ടോ? ഇല്ല അല്ലേ? വേറൊന്നല്ല, നമ്മുടെ പാരിജാത പൂക്കളുടെ പരവതാനിയിലാണ് ഗായ്സ് ഞാനിപ്പോ നിക്കുന്നത്. നോക്കിക്കേ, നമ്മുടെ ഈ ടേബിൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ടേബിളിൽ നിറച്ച് ഇതുണ്ടോ. ഹായ്, അപ്പൊ എന്റെ മുനിത്തലയിലേക്ക് ഞാൻ നിറച്ച് തിരട്ടോ. കാരണം ഒരുപാട് പാരിജാത പൂക്കള് ഇഷ്ടം പോലെ നമ്മുടെ മുറ്റത്ത് ധാരാളത്തിന് നോക്കാം. നമ്മുടെ തിണ്ണയാണ്, നമ്മുടെ മുറ്റാണ് ഗൈസ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മുറ്റത്ത് ഇഷ്ടംപോലെ പാരിജാത പൂക്കൾ നിറച്ച് വീണടപ്പുണ്ട്. അപ്പം നിശാഗന്ധിയും അതുപോലെ തന്നെ വേറെ വൈറ്റ് ഫ്ലവേഴ്സ് കാണിച്ചിട്ട് കുറെ പേര് പറയുന്നുണ്ട് അതാണ് പാരിജാതം, സ്വർഗത്തിലെ പൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി അതല്ല. നമ്മുടെ പാരിജാതം എന്ന് പറയുന്നത് ഈ കുഞ്ഞു നക്ഷത്രം പോലെ കാണപ്പെടുന്ന ഈ കുഞ്ഞി പൂവാണ് നമ്മുടെ പാരി. ചെടിയിലല്ലല്ലോ കുഞ്ഞാത്തി ഉണ്ടാവുന്നത്. അതെ, ഇതിന്റെ മണ എന്റെ ഗായ്സേ, എനിക്ക് ഇവിടെ നിക്കുമ്പോ തന്നെ ഭയങ്കര റിഫ്രഷിംഗ് ആണ്. സത്യം, നോക്കും ഈ ഒരു ഒറ്റ പൂവിന് തന്നെ എന്നാ ഒരു മണമെന്നറിയോ. ഇത് കണ്ടോ, പാരിജാതം ആക്ച്വലി ഗായ്സ് ഉണ്ടാവുന്നത് ഒരു ചെടിയില്, മീൻസ് ഒരു ക്ലൈംബറിലോ അല്ലെങ്കിൽ കുറ്റിച്ചെടി ഒന്നുമല്ല. ഇതാണ് നമ്മുടെ പാരിജാതത്തിന്റെ മരം എന്ന് പറയുന്നത്. കണ്ടോ എന്ത് വലിയ മരം നോക്കിക്കേ. ഇത്രയും വലിയ മരമാണ് കേട്ടോ ഗൈസ്. നമ്മുടെ ഈ പരിസരത്തിലെ ഏറ്റവും വലിയ മരമാണ് നമ്മുടെ പാരിജാത മരം. തണലെന്ന് പറഞ്ഞാൽ ഒരു 1.5 തണല് തന്നെയാണ് കേട്ടോ ഗൈസേ. അപ്പൊ നമ്മുടെ പാരിജാതത്തിന്റെ കഥ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ പാലാഴി മകൻ അറിയാലോ. പാലാഴി കടഞ്ഞ സമയത്ത് കുറെ സംഭവങ്ങളൊക്കെ പൊങ്ങി വന്നിട്ടാണ് വന്നല്ലോ. അപ്പം അങ്ങനെ വന്ന മരമാണ് നമ്മുടെ പാരിജാത മരം. അപ്പൊ എന്താക്കി, പാരിജാത സ്വർഗത്തില് നമ്മള് ദേവന്മാരൊക്കെ കൊണ്ടുപോയി അങ്ങനെ സ്വർഗത്തിൽ നട്ടുപിടിപ്പിച്ചു. അങ്ങനെ സ്വർഗത്തിൽ നട്ടുപിടിപ്പിച്ച് സ്വർഗത്തിൽ നിന്ന് നമ്മുടെ കൃഷ്ണന്റെ വൈഫിന് വേണ്ടിയിട്ട് കൊണ്ടുകൊടുത്തതാണ് പാരിജാത മരം ഗൈസ്. ഭൂമിയിലേക്ക് അങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ ആര് വന്നു? പാരിജാതം വന്നു. അപ്പൊ പാരിജാതം ഉള്ളയുടെ എന്താണ്? സ്വർഗമാണ്. അപ്പൊ ഞാനിപ്പോ സ്വർഗമാണ്. കാലിടിച്ചടാ, സ്വർഗത്തിൽ കല്ലുണ്ട് കേട്ടോ. പക്ഷെ അപ്പൊ നോക്ക്, വെള്ള പരവതാനി വിരിച്ച പാരിജാത പൂക്കളുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടുന്നേ കാണാതിരിക്കില്ല ഒരുപാട് നക്ഷത്രങ്ങൾ ഒരുപാട് നിലത്ത് വീണ് കിടക്കുന്ന പോലെയാണ് എനിക്ക് ഗായ്സ് നമുക്ക് തോന്നുന്നുണ്ടാവുന്നത്. ഇപ്പൊ നോക്കിയ ഇഷ്ടം പോലെ പൂക്കള് അല്ലേ ചേ? ഇഷ്ടംപോലെ പൂക്കളുണ്ട്. അപ്പൊ ഈ സമയത്താണ് നമ്മുടെ പാരിജാതം പൂക്കുന്നത്. ഇപ്പൊ സെക്കൻഡ് ടൈമാണ്. ഫസ്റ്റ് ടൈമും എല്ലാം മഴ കൊണ്ടുപോയി, ഇപ്പൊ ഞങ്ങള് കൊണ്ടുപോയി. അരിത് കാട്ടാള, അരിത്.